സായിരാം, നമസ്കാരം. എൻ്റെ പേര് പ്രേമസുധ. ഞാൻ കീഴൂർ പയ്യോളിയിലാണ്. എനിക്ക് എൻ്റെ മൂത്ത മകനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ സായിബാബയെ കേൾക്കുന്നതും അറിയുന്നതും. അതുവരെ എനിക്ക് സായിബാബ കേട്ടിട്ടുണ്ട്, പക്ഷെ ആ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മകനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ട് വീണ് പോയിരുന്നു. ബ്ലഡിൻ്റെ കുറവുകൊണ്ട് ആ സമയത്ത് പേടി സ്വപ്നങ്ങളൊക്കെ കാണും. ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ ബാബ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ധൈര്യം വേണം, ഒരു കത്തി കയ്യിൽ തന്ന് ധൈര്യത്തോടെ ഇരിക്കണം, ഇതൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ കത്തി എൻ്റെ കയ്യിൽ തന്നത് എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു പോയി. അപ്പോൾ കുറച്ച് 2-3 ദിവസം കഴിയുമ്പോഴാണ് എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് പുട്ടപർത്തിയിലേക്ക് ഒരു ബസ് വരുന്നുണ്ട്. ആ ബസ്സിലൊരു സീറ്റ് ഒഴിവുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നു. അതിന് ശേഷം കുറച്ചും കൂടി കഴിഞ്ഞ് അതിൻ്റെ 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറിയ ഇളയ മകനെ പ്രസവിച്ച് അവനൊരു 3-4 മാസം പ്രായമുള്ള സമയത്ത് ഞാനിങ്ങനെ വീട്ടിലെ ജോലി തിരക്കിലാണ്. നല്ല മഴ, മരങ്ങൾ വെച്ച ജാലകമാണ്. ആ ജാലകത്തിനുള്ളിൽ വെളിച്ച മുറിയിലേക്ക് കടന്നു വരില്ല. അപ്പോൾ മോനെ വേഗം ഉറക്കി കിടത്തി ജോലി തിരക്കില്ല. മാഷ് ജോലിക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ പണികൾ, 2 ചെറിയ കുട്ടികളായതുകൊണ്ട് ഇവരെ നോക്കാൻ വേറെ ആളില്ല വീട്ടിൽ. അപ്പം അവരെ നോക്കേണ്ടതുകൊണ്ട് മാഷ് പോകുന്നതിൻ്റെ മുന്നേ ജോലി തീർക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ സമയത്ത് ഞാൻ തിരക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. മാഷ് മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ജപിക്കുക, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ചെറിയ മോൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഉണർത്തണ്ട, മോൻ ഉറങ്ങാണ്, മുഴുവൻ പോകാനായാലേ അല്ല, എനിക്ക് മോനെ കാണണം എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ മോനെ കാണണം പറഞ്ഞ് ജാലകം റൂമിൽ വന്ന് നോക്കുമ്പോൾ ഭർത്താവിൻ്റെ അമ്മ അറിയാതെ ഒരു കിടത്തിയ ബെഡിൻ്റെ മേലെ 2 തലേണയും 2-3 ഷീറ്റൊക്കെ ഇട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മോനിങ്ങനെ ശ്വാസം കിട്ടാണ്ട് പടച്ച് കളിക്കുന്ന കണ്ട്. അപ്പം പെട്ടെന്ന് അത് മാറ്റി മോനെ എടുത്ത് പിറ്റേ ആഴ്ച തന്നെ ഞങ്ങൾ പുട്ടപർത്തിയിൽ, ആദ്യമായിട്ട് പുട്ടപർത്തിയിൽ വരുന്നത് അന്നാണ്. അത് ഭഗവാനാണ് എൻ്റെ മോനെ അന്ന് രക്ഷിച്ചതെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അതിന് ശേഷം മൂത്ത മകൻ ഇതുപോലെ തന്നെ ഹാർട്ടിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. എന്നോട് പറയാണ്ട് ആന്ന് വെച്ചതെങ്കിൽ പിന്നീട് മാഷ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ച് പല ടെസ്റ്റ് നടത്തി. അപ്പോഴൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. മാഷ് മോനെ അടുത്ത വലിയൊരു ടെസ്റ്റിന് കൊണ്ടുപോകുന്നതിന് മുന്നേ മാഷ് ഇവിടെ വന്ന് പുട്ടപർത്തിയിൽ മോൻ്റെ ജീവിതമൊക്കെ അങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നാട്ടിലേക്ക് വന്ന് അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പോയി ടെസ്റ്റ് നടത്തി. മോൻ നോർമലാണ്. ഇപ്പോഴും അവനൊരു പ്രശ്നമില്ല. അതേ മൂത്ത മകൻ തന്നെ ഞങ്ങൾ അന്ന് ഭർത്താവ് ഗൾഫിലാണ്, ഒമാനിൽ. ആ ഒമാനിൽ പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് മോൻ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. +2 കഴിഞ്ഞിട്ട് MBBS എൻജിനീയറിങ് എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നതാണ്. അപ്പോൾ ആ സമയത്താണ് അവൻ ലീവ് എടുപ്പിച്ച് ഞങ്ങൾ പുട്ടപർത്തിയിൽ വന്ന് എല്ലാവരും കൂടി പുട്ടപർത്തിയിൽ വന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരാൾ കാണേ. അയാൾ സായി ഡിവോട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ മോൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ എൻജിനീയറിങ് എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാ കുട്ടീനെ ഇത് റിപ്പീറ്റേഷൻ തന്നെയാണല്ലേ, നിങ്ങൾ ഇനി ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ തല വെച്ച് ഇങ്ങനെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ച്. അപ്പോൾ പിറ്റേ ആഴ്ച വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആർട്ട് ഓഫ് ലിവിങ് ടീച്ചർ പറഞ്ഞു, ശ്രീ രവിശങ്കറിൻ്റെ ആശ്രമത്തിൽ ആയുർവേദ കോഴ്സ് തുടങ്ങുന്നുണ്ട്, അവിടെ മോനെ ചേർത്തൂടെയെന്ന്. അങ്ങനെ മോനെ അവിടെ കൊണ്ടുപോയി ചേർത്ത്. അവന് ആയുർവേദ ഡോക്ടറാണ്. അവൻ യൂറോപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആയുർവേദ കോളേജിൽ തന്നെ അവന് പറ്റിയൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് ഒരു ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ ഒരു പ്ലാനിനനുസരിച്ചുള്ള ഒരു ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത്. ഇത്രയും എൻ്റെ മനസ്സിൽ പ്രധാനപ്പെട്ട ഓർമ്മകൾ. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ മൂത്ത മകനെയും ഭാര്യേനെയും ഇവിടെ കൊണ്ടുവന്ന് ഭഗവാനെ ഒന്ന് കാണിച്ചു കൊണ്ടുപോകണം എന്നൊരാഗ്രഹം. പക്ഷേ മകൻ്റെ ഭാര്യ ശ്രീ രവിശങ്കറിൻ്റെ ഡിവോട്ടിയാണ്. അപ്പോൾ അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ താല്പര്യത്തിനനുസരിച്ച് അവർ വന്നപ്പോൾ മോള് ചോദിച്ചു, അമ്മേൻ്റെ ആഗ്രഹമൊക്കെ സഫലമായില്ലേ, ഇനിയൊന്നും ഇല്ലല്ലോ പ്രാർത്ഥന? അപ്പം ഞാൻ വെറുതെ പറഞ്ഞു, എനിക്കൊരു പ്രാർത്ഥനയും കൂടിയുണ്ട്, ഇനി നിങ്ങളെ ഒരു മകളെയും കുഞ്ഞിനെയും ഭാവേനെയും കൊണ്ടുവരണം. അപ്പോൾ ഇവളെൻ്റെ വായി കുത്തിപ്പിടിച്ച്, അമ്മേ വേണ്ട, സെറ്റിലൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരെ കണക്കൂട്ടൽ അല്ല സാധിച്ചത്. എൻ്റെ പ്രാർത്ഥന എനിക്ക് ഭഗവാൻ ഒരു
പേരക്കുട്ടീനെയും കൂടെ തന്നു. അവർ തീരെ പ്രതീക്ഷിച്ചാൽ അവർ ഇപ്പോഴൊന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റിലായതിനു ശേഷം മതി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവരെ പ്ലാനിങ് ഉണ്ടായിരുന്നത്. പക്ഷെ ഭഗവാൻ നല്ല ഒരു ഉണ്ണിക്കണ്ണനെ പോലെ ഒരു പേരക്കുട്ടീനെ എനിക്ക് തന്നു.